Good afternoon everybody. Module 5. Module 5 ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടോപ്പിക്സ് ടൈമേഴ്സ്, ഫേസ് ലോക്ക് ലൂപ്സ് ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. ഇതിലാദ്യം ടൈമേഴ്സ് ദ 555 ടൈമർ. ടൈമർ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു IC ആണ്. ടൈമർ IC എന്നറിയപ്പെടും. അതിൻ്റെ നമ്പർ 555, 555 IC എന്നറിയപ്പെടും. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. The 555 timer IC is used in a variety of timer, delay, pulse generation and oscillator applications. സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ടൈമർ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ 555 ടൈമർ 3 മോഡുകളിലാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് മോഡ് ഈസ് അസ്റ്റേബിൾ, സെക്കൻഡ് വൺ ഈസ് മോണോസ്റ്റേബിൾ, തേർഡ് വൺ ഈസ് ബൈസ്റ്റേബിൾ. മോഡുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ബേസിക് ടൈമിംഗ് സർക്യൂട്ട് എന്താണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എന്താണെന്ന് നോക്കിയാൽ ഈ IC 8 പിന്നുള്ള IC ആണ്. ഏതാണ് IC? 555 എന്ന് പറയുന്ന IC 8 പിന്നുള്ള IC ആണ്. 8 പിന്നുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഈ ഡോട്ടഡ് ലൈനിന് പുറത്തായിട്ട് പിൻ നമ്പർ 1, 2, 3, പിൻ നമ്പർ 4, 5, 6, 7 ആൻഡ് 8. 8 പിന്നുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ 8 പിന്നുകളും നമുക്ക് തന്നെ 3 സെക്ഷനാക്കി തിരിക്കാം. 1 കമ്പാരറ്റർ സെക്ഷൻ, 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് സെക്ഷൻ, 3 ഔട്ട്പുട്ട് സെക്ഷൻ. ഈ കമ്പാരറ്ററിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. കമ്പാരറ്ററിന്റെ പോസിറ്റീവ് ഇൻപുട്ട്, നെഗറ്റീവ് ഇൻപുട്ട്, 2 ഇൻപുട്ട് ഉണ്ട്. പോസിറ്റീവ് ഇൻപുട്ട് കൂടുതലാണ്, പോസിറ്റീവ് ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് V സാച്ചുറേഷനിലേക്കും, നെഗറ്റീവ് ഇൻപുട്ടാണ് കൂടുതലെങ്കിൽ മൈനസ് V സാച്ചുറേഷനിലേക്കും പോകും. ഇവിടെ അത് തന്നെയാണ്. ഈ പ്ലസ് V സാച്ചുറേഷനെ നമ്മൾ ഇവിടുത്തെ കേസിൽ ഹൈ എന്നും, നെഗറ്റീവ് V സാറ്റ് മൈനസ് V സാറ്റിനെ ലോ എന്നും എടുക്കും. ഹൈ മീൻസ് 1, ലോ മീൻസ് 0. അപ്പോൾ അത് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ സൗകര്യപ്രദമാകും. ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എപ്പോഴും നമ്മൾ സെൻസ് ചെയ്യുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ, ഹൈയും ലോയും. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഓപ്പറേഷൻ നമുക്കറിയാമല്ലോ, സെറ്റും റീസെറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. S1 ആണ്, R0 ആണെങ്കിൽ Q1 ആയിരിക്കും. അതാണ് സെറ്റ്. അതല്ല S0യും R1 ആണെങ്കിൽ Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് ഈസ് റീസെറ്റ്. ഈ 2 കണ്ടീഷനുണ്ട്. ഈ Q ബാർ ഔട്ട്പുട്ട് എടുത്തിട്ടാണ്, Q ബാർ ഔട്ട്പുട്ട് അപ്പോൾ ഇവിടെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. അത് കോംപ്ലിമെന്ററി ആയിരിക്കുമല്ലോ ഔട്ട്പുട്ട്, നമുക്കറിയാവുന്നതാണ്. ഈ Q ബാർ ഔട്ട്പുട്ട് എടുത്ത് ഒരു ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററിന്റെ ഈ പിന്നെ ഡിസ്ചാർജ് എന്നറിയപ്പെടും. അപ്പോൾ ഇവിടെ Q ബാർ 1 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുകയും അല്ലെങ്കിൽ സാച്ചുറേഷനിലേക്ക് പോവുകയും ഈ ഡിസ്ചാർജ് ഇവിടെ ഇരിക്കുന്ന ഡിസ്ചാർജ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ബേസ് 1 ആണെങ്കിൽ Q ബാർ 1 ആണ്. Q ബാർ 1 ആണെങ്കിൽ Q0 ആണ്. Q0 ആകുന്ന കണ്ടീഷനിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഇനി അതല്ല Q1 ആകുന്ന കണ്ടീഷനിൽ, Q1 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, Q ബാർ നേരെ ഓപ്പോസിറ്റ് 0 ആയിരിക്കും. 0 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഡിസ്ചാർജ് പാത്ത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ Q ബാർ ഔട്ട്പുട്ട് നേരെ ഔട്ട്പുട്ട് ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നേരെ പിൻ നമ്പർ 3യിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ Q1 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ 0 കിട്ടും. Q0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 കിട്ടും. അത് നേരെ ഔട്ട്പുട്ട് ഡ്രൈവർ വഴി കിട്ടുകയും ചെയ്യും. അതാണ് പിൻ നമ്പർ 3. ഇത് ഡിസ്ചാർജ് പാത്താണ് ത്രൂ ദിസ് ട്രാൻസിസ്റ്റർ. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഇൻപുട്ടാണ്. അതാണ് 7. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമുക്ക് ഏതെങ്കിലും കണ്ടീഷനിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ റീസെറ്റ് പിന്നുണ്ട്, അത് ഇവിടുന്ന് അവൈലബിൾ ആണ്. 4, പിൻ നമ്പർ 4. ഇനി അതുപോലെ തന്നെ പിൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ VCC. ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിൽ നമുക്ക് VCC 5K 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ അറ്റാക്ക് ചെയ്യും. ഇത് ഗ്രൗണ്ട്, പിൻ നമ്പർ 1 8 ഗ്രൗണ്ടിലേക്ക് പിൻ നമ്പർ 1 ഗ്രൗണ്ടിലേക്കും 8 എന്ന് പറഞ്ഞാൽ VCCയിലേക്ക് മാറ്റി കഴിയും. ഇനിയുള്ളത് ഈ കമ്പാരറ്ററിന്റെ 2 ഇൻപുട്ടാണ്. കമ്പാരറ്ററിന്റെ പോസിറ്റീവ് ഇൻപുട്ട് ത്രഷോൾഡ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ കമ്പാരറ്ററിന്റെ നെഗറ്റീവ് ഇൻപുട്ട് ട്രിഗർ എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ത്രഷോൾഡും ട്രിഗറും. ഈ 5K റെസിസ്റ്റേഴ്സ് ഇതിന് ഇന്റേണൽ ആണ്, അകത്തുള്ളത് കൊണ്ടാണ് ഇതിനെ 555 എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ റെസിസ്റ്റേഴ്സ് വോൾട്ടേജ് ഡിവൈഡർ ആണ്. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വെച്ച് നമുക്കറിയാം, 15 വോൾട്ട് കൊടുത്താൽ 5K. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് 5K, 15 വോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 കിലോ ഓം ഇൻറ്റു അക്രോസ് 5 കിലോ ഓം എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ, അല്ലേ? 1/3 VCC 15 ആണെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന 5 വോൾട്ട് ആയിരിക്കും. 2/3 VCC ആണ് ഈ പോയിന്റിലേക്ക്. ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് 15, ടോട്ടൽ റെസിസ്റ്റൻസ് 15 കിലോ ഓം. ക്രോസ് ഏതാണ് 5 + 5 2 ഉണ്ട്, 10 കിലോ ഓം. അപ്പോൾ 2/3 VCC ഇവിടെ 10 വോൾട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതായത് ഇവിടെ 15 വോൾട്ട് കൊടുത്താൽ ഈ പോസിറ്റീവിൽ 5 വോൾട്ടും ഈ നെഗറ്റീവിൽ 10 വോൾട്ടും ഡ്രോപ്പ് ചെയ്യുന്ന അർത്ഥം. ഇവിടെ 12 വോൾട്ട് ആണെങ്കിൽ അതിനനുസരിച്ച് 1/3 × 12 2/3 × 12 ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ. ഈ കമ്പാരറ്ററിന്റെ സ്വിച്ചിങ് തീരുമാനിക്കുന്നത് ഇവിടുത്തെ വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്. 2/3 VCC 1/3 VCC. ഈ 2/3 VCC വേണമെങ്കിൽ നമുക്ക് വേരി ചെയ്യാം, കൺട്രോൾ എന്നുള്ള ഇൻപുട്ടിലെ വോൾട്ടേജ് കൊടുത്ത് വേണേൽ വേരി ചെയ്യാം. പക്ഷെ ഇവിടുത്തെ 1/3 VCC മാറ്റം ഒന്നും വരുന്നില്ല, കാരണം ഇത് ഫിക്സ്ഡ് ആണ്.
ഇവിടെ 5 വോൾട്ട് ആണെങ്കിൽ പിന്നെ ട്രിഗർ പിന്നിൽ വരുന്ന പൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ചേഞ്ച് ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ത്രഷോൾഡ് പിന്നിൽ വരുന്നതും കൺട്രോൾ പിന്നിൽ വരുന്ന വോൾട്ടേജും ഈ 2/3 VOCCയും കൂടെ ചേർന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്താലും നമുക്ക് പറയാവുന്ന ഒന്നേ ഉള്ളൂ, പോസിറ്റീവ് ഇൻപുട്ട് കൂടുതലാണെങ്കിൽ പ്ലസ് VCCയിലേക്കും മൈനസ് ആണെങ്കിൽ മൈനസ് VSATലേക്കും സ്വിച്ച് ചെയ്യപ്പെടും. അപ്പോൾ കൺട്രോൾ, ത്രഷോൾഡ്, ട്രിഗർ ഈ 3 പിന്നുകളാണ് ഇതിന്റെ ഔട്ട്പുട്ടിനെ നിയന്ത്രിക്കുന്നത്. 8 പിന്നുള്ള IC ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 8 പിന്നുള്ള IC വീണ്ടും നമ്മൾ അതിനെ റീഡ്രോൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ വരച്ച് കഴിഞ്ഞ് മുമ്പ് കാണിച്ച ഡയഗ്രാം തന്നെയാണിത്. അത് ICയുടെ പിന്നായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നോക്കൂ, പിൻ നമ്പർ 1, 2, 3, 4, പിൻ നമ്പർ 5, 6, 7, 8 ആക്കി മാറ്റി. ഗ്രൗണ്ട് പിൻ, 3 റെസിസ്റ്റേഴ്സ്, 5K, 5K, 5K. സോ ദ നെയിം ഈസ് 555. 2 കമ്പാരറ്റേഴ്സ് ഉണ്ട്, അത് രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. കമ്പാരറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഡ്രൈവർ വഴി 3. അതുപോലെ തന്നെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്നുകൊണ്ട് ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കും ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ഗ്രൗണ്ട് പോയിന്റ് ഇതാണ്. ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന പിൻ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിൻ നമ്പർ 6 ത്രഷോൾഡ്, പിൻ നമ്പർ 5 എന്ന് പറയുന്നത് കൺട്രോൾ ആയിട്ടും ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതേ ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ ഇത് പിൻ ഡയഗ്രത്തിന്റെ ഓർഡറിൽ വരച്ചെന്ന് മാത്രം 1, 2, 3, 4 ആൻഡ് 5, 6, 7, 8. നേരത്തെ നമ്മൾ പറഞ്ഞ തിയറിയുടെ ബേസിക് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കണം. ഈ പിൻ ഔട്ട് ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കി നോക്കുക എന്നുള്ളത് ഇവിടുന്ന് ക്ലിയർ ആക്കുക.